ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കുള്ളിൽ ദൈവം നമ്മളെല്ലാവരെയും പൊതിഞ്ഞ് സൂക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് എനിക്കത് കിട്ടാറുണ്ട്. വാട്സപ്പിൽ ഒരു മെസ്സേജ് കിട്ടാറുണ്ട്. ഒരു മനുഷ്യനൊരു ക്രൂശ് ചുമന്നുകൊണ്ട് പോവുകയാണ്. പക്ഷേ ആ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതിൻ്റെ ഭയങ്കര വെയിറ്റാണ്, അതുകൊണ്ട് ഈ ക്രൂശിൻ്റെ ഈ ലംബമായിരിക്കുന്ന ഭാഗത്തു നിന്ന് കുറച്ച് ഒന്ന് മുറിച്ച് മാറ്റിയാൽ എനിക്ക് ഇത്തിരി വെയിറ്റ് കുറയും എന്ന് ദൈവത്തോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ദൈവം ആ ക്രൂശിൻ്റെ കുറച്ച് വശം ഒന്ന് വെട്ടിക്കൊടുക്കും, മുറിച്ച് മാറ്റി കൊടുക്കും. അദ്ദേഹം കുറേ കൂടി മുന്നോട്ട് പോവുകയാണ്. പക്ഷെ പിന്നീടും അദ്ദേഹത്തിന് തോന്നുന്നു, അയ്യോ ഇത് ഇനിയും കുറച്ചും കൂടെ ഭാരമുണ്ട്, അതുകൊണ്ട് ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ തൂങ്ങിക്കിടക്കുന്ന ആ ഭാഗത്തുനിന്ന് കുറച്ചും കൂടെ മരം ഒന്ന് മുറിച്ച് മാറ്റണം. വീണ്ടും ദൈവത്തോട് പറയുന്നു. ദൈവം അത് മുറിച്ച് മാറ്റി കൊടുക്കുന്നു. അദ്ദേഹത്തിന് സന്തോഷമാകുന്നു. വീണ്ടും യാത്ര തുടങ്ങുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, അയ്യോ ഇപ്പോഴും എനിക്ക് ഭാരമുണ്ട്, ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകണ്ടേ, അത് കുറച്ചും കൂടെ മുറിച്ചിട്ട് ഇത്രയും ഹൈറ്റിലാക്കി അതിനെ തരുവാണെങ്കിൽ എനിക്ക് വെറുതെ ഇങ്ങനെ തോളയിൽ വെച്ചിട്ട് അങ്ങ് പോകാമല്ലോ, എത്ര സുഖമായിട്ട് ഇങ്ങനെ നിവർന്ന് പോകാം, ഇങ്ങനെ ചരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല, നിവർന്ന് ഇങ്ങനെ പോകാൻ പറ്റും. അങ്ങനെ താൻ ദൈവത്തോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ദൈവം വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് അത് മുറിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് വെറുതെ തോളിൽ വെച്ച് കൂളായിട്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദൂരെ കാണുകയാണ് സ്വർഗം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. കാരണം ഇത്രയും നേരം വലിഞ്ഞ് ഭയങ്കര കുനിഞ്ഞ് ഒക്കെ നടന്നു, പക്ഷെ ഇപ്പം നിവർന്ന് നടക്കാൻ പറ്റുന്നുണ്ട്. വേഗത്തിൽ ഓടി അങ്ങോട്ട് അവിടെ എത്തുമ്പോൾ സ്വർഗത്തിൻ്റെ ആ കോമ്പൗണ്ടിലേക്ക് കയറുന്നതിന് മുമ്പ്, ഇപ്പുറത്തെ കോമ്പൗണ്ടിൽ നിന്ന് ആ കോമ്പൗണ്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു വലിയൊരു കിടങ്ങുണ്ട്, ഒരു വലിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ബാക്കി ആളുകൾക്ക് അതുവരെ ആ ക്രൂശ് തരി പോലും മുറിച്ച് മാറ്റാതെ വന്ന ആളുകൾക്കൊക്കെ ആ ക്രൂശ് ഇങ്ങനെ ഈ മണ്ണിൽ നിന്ന് അടുത്ത ലാൻഡിലേക്ക് വെക്കുമ്പോൾ കറക്റ്റായിട്ടൊരു പാലം പോലെ അവർക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നു. എന്നാൽ ഈ മുറിച്ച് മാറ്റിയ ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ കിടങ്ങിൻ്റെ മുകളിലൂടെ അപ്പുറത്തോട്ട് പോകാൻ പറ്റിയില്ല. ഇതെന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ വരുന്നൊരു കാര്യമാണ്. നല്ല പിക്ചേഴ്സും നല്ലൊരു ഇലസ്ട്രേഷനൊക്കെയാണ്. എന്നെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിപ്പിക്കാറുണ്ട് ഈ ഒരു കാര്യം. യെസ്, ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി വേദന തോന്നും. നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ ശുശ്രൂഷ, ഇതിനകത്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഒത്തിരി ഉണ്ട്, ധാരാളമുണ്ട്. പക്ഷേ ഈ റിസ്കുകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറയും, ഓ കർത്താവേ എനിക്ക് വയ്യ, ഇച്ചിരി അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞാലോ, ഇച്ചിരി അങ്ങ് വെട്ടിമാറ്റി കളഞ്ഞാലോ. കർത്താവിനോട് അമിതമായിട്ട് ചോദിച്ചാൽ കർത്താവ് യേശു പറഞ്ഞെന്നൊക്കെ ഇരിക്കും. പക്ഷെ ഒടുവിൽ ആ സ്വർഗത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ എത്രത്തോളമാണ് വേദനകളെ അല്ലെങ്കിൽ ഭാരങ്ങളെ ഒക്കെ പിടിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായത് എന്നതിൻ്റെ മാനദണ്ഡത്തിലായിരിക്കും ഒരുപക്ഷെ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം അനുവദിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രവേശനം നിഷേധിക്കപ്പെടുന്നതും. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ഒന്നുപോലും കളഞ്ഞു പോകാതെ, ഒരു ഉത്തരവാദിത്വം പോലും നഷ്ടമായി പോകാതെ അതെല്ലാം വ്യക്തമായി ചെയ്ത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയേ എന്ന് പറയുന്ന ആ വിളി കേൾക്കുവാൻ തക്ക വിധം എല്ലാവരെയും പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ, നമുക്കൊരു കീ സ്പോൺസറാണ്, ചെറായിൽ നിന്ന് സിസ്റ്റർ മല്ലികയാണ്. താങ്ക് യു കർത്താവെ. ഞങ്ങൾ അവർ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സുവിശേഷം എല്ലായിടത്തും എത്തുവാൻ, തനിക്ക് രോഗസൗഖ്യം ലഭിക്കുവാൻ, മകന് തലമുറകൾ ലഭിക്കുവാൻ, കൊച്ചുമക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ, സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ ഒരു വലിയ അനുഗ്രഹത്തെ, നന്മകളെ അങ്ങ് ഈ ദിവസങ്ങളിൽ ചൊരിഞ്ഞ് അവരെ മാനിക്കണമേ, ഉയർത്തണമേ കർത്താവെ. അടുത്തൊരു കോ സ്പോൺസർ കൂടിയുണ്ട്, തെങ്കോട് നിന്ന് ലിജി ഷാജിയാണ്. താങ്ക് യു കർത്താവെ. മക്കൾക്ക് തലമുറകൾ ലഭിക്കുവാൻ, പ്ലോട്ട് വിൽക്കുവാൻ, മാതാപിതാക്കളുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി കൂടെ ഞങ്ങൾ ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നാണ് നമ്മുടെ എൻകൗണ്ടർ നൈറ്റ്. വൈകിട്ട് 7 മണി മുതൽ രാത്രി 7 മണി മുതൽ ഏതാണ്ട് 12 മണി വരെ നടക്കുന്നത്. സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഹാർട്ട് ടു ഹാർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. പക്ഷേ ഇന്ന് ഹാർട്ട് ടു ഹാർട്ടിൻ്റെ പ്രോഗ്രാം അല്ല, മറിച്ച് എൻകൗണ്ടർ നൈറ്റ്. ഇത് എല്ലാ ബ്ലെസ്സിങ് ടുഡേയുടെ എല്ലാ ലൈവ് പ്ലാറ്റ്ഫോമിലും ഉണ്ട്. പക്ഷേ ഇത് ലൈവായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒന്നല്ല. നിങ്ങൾ നേരിട്ട് കടന്നു വരണം. സാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ബസ് പിടിച്ചോ, ട്രെയിൻ പിടിച്ചോ, ഓട്ടോറിക്ഷ പിടിച്ചോ, അല്ലെങ്കിൽ നടന്നോ, എങ്ങനെയാണോ നിങ്ങൾ നേരിട്ട് കടന്നു വരിക. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നിരാശപ്പെടുത്തില്ല. എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് കടന്നു വരിക. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമായിട്ട് ബ്രദർ ഡാമിൻ കാത്തു നിൽക്കുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം.
വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, ചേട്ടത്തിമാരെ, ചേട്ടന്മാരെ, അങ്കിൾമാരെ, ആൻറ്റിമാരെ, കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, മോർണിംഗ് ഗ്ലോറിയിലൂടെ ചില വർഷങ്ങളായി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കൊറോണ വന്ന സമയങ്ങളിൽ ലോകം മുഴുവൻ ശക്തമായി ദൈവം ഉപയോഗിച്ച ചില വചനഭാഗങ്ങളുണ്ട്. അതിലൊന്ന് 91 സങ്കീർത്തനമാണ്. അതിനെക്കുറിച്ച് ഞാൻ സൺഡേ ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. മറ്റൊരു ഭാഗം ആ സമയത്ത് കർത്താവ് എനിക്കെടുത്ത് തന്നത്, അത് പിന്നീട് പലർക്കും കൊടുത്തിട്ടുള്ളതായിട്ട് ഞാൻ അറിഞ്ഞു, 46 സങ്കീർത്തനമാണ്. 46 സങ്കീർത്തനം നിരവധി നൂറ്റാണ്ടുകളായി അനേകരെ ശക്തിപ്പെടുത്തിയിട്ടുള്ള, ആശ്വസിപ്പിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്. ഇന്നും അതിന് ശക്തിയുണ്ട്. എബ്രായലേഖനം 4:12 പറയുന്നത് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. എൻ്റെ അർത്ഥം, the word of God has life always in it. എപ്പോഴും അതിനകത്ത് ലൈഫുണ്ട്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, all other books are dead, but the Bible is living. It's a living book, living word. വചനത്തിന് ജീവനുണ്ട്. മറ്റുള്ള എല്ലാ പുസ്തകങ്ങളും ലൈഫ്ലെസ് ആയിട്ടുള്ള ബുക്സാണ്. ഇൻഫർമേഷൻ ഉണ്ട്, പലതും ഉണ്ടായേക്കാം, പലതും സംഭവിച്ചേക്കാം. ചില പുസ്തകങ്ങൾ സമൂഹങ്ങളെ, മനുഷ്യൻ്റെ ധാരകൾ അല്ലെങ്കിൽ ചിന്താസരണികളെ, മനുഷ്യൻ്റെ ഫിലോസഫിയെ, സ്കൂൾ ഓഫ് തോട്ടൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട്, വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, വചനത്തിന് ജീവനുണ്ട്. ദർ ഈസ് ലൈഫ് ഇൻ ഇറ്റ്. യോഹന്നാൻ 6:63 അത് കാണുന്നുണ്ട്. യേശു സംസാരിച്ച വചനങ്ങളെക്കുറിച്ച് പറയുന്നത്, അതിൽ ജീവനും ഉണ്ട്, ആത്മാവുണ്ട്, രണ്ടുമുണ്ട്. സോ ദിസ് ഈസ് എ ലിവിങ് വേർഡ്. അപ്പം അതിൽ പറയുന്നതാണ് സാം 46:1-3, സങ്കീർത്തനങ്ങൾ 46:1-3 വരെ. മലയാളം സ്ക്രീനിൽ നോക്കുക. God is a refuge and strength, an ever-present help in trouble. Therefore, we will not fear, though the earth give way and the mountains fall into the heart of the sea. Though its waters roar and foam and the mountains quake with their surging. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകും. മലയാളത്തിലൊരു പാട്ടുണ്ട്, എൻ്റെ സങ്കേതവും ബലവും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഗോഡ് ഈസ് എ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്. ദൈവം നമ്മുടെ സങ്കേതമാണ്, ബലമാണ്. ആൻ എവർ പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. കഷ്ടകാലത്ത് അവൻ എപ്പോഴും പ്രസന്റ് ആയിട്ടുള്ള, സന്നിഹിതനായിട്ടുള്ള ഒരു സഹായകനാണ്. an ever present help in trouble. അതിൻ്റെ റിസൾട്ട്, therefore we will not fear. അതുകൊണ്ട് നാം ഭയപ്പെടുകയില്ല. though the earth give way and the mountains fall into the heart of the sea. അതുകൊണ്ട് ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൻ്റെ നെഞ്ചത്തേക്ക് വന്ന് വീണാൽ, ഹാർട്ട് ഓഫ് ദ സീ, സമുദ്രത്തിൻ്റെ മാറിലേക്ക്, സമുദ്രത്തിൻ്റെ നെഞ്ചിലേക്ക് പർവ്വതങ്ങൾ വന്ന് അടർന്നു വീണാലും, though its water roar, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, ആൻഡ് ഫോം, അതിൽ നിന്ന് പതകൾ പുറത്തേക്ക് വന്നാലും, and the mountains quake and with their surge, അതിൻ്റെ പ്രകമ്പനങ്ങൾ കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ദൈവം സങ്കേതവും ബലവുമാണെങ്കിൽ ഏത് കഷ്ടതയിലും അവൻ നമ്മുടെ അടുത്തുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമുണ്ട്. ഈ പർവ്വതവും ഈ കടലും കരയും സകലവും ഉണ്ടാക്കിയവനാണ് കൂടെയുള്ളത്. യേശുവിൻ്റെ ജീവിതകാലത്ത് അത് തെളിയിച്ചു. യേശു ശിഷ്യന്മാരുമായി പോകുന്ന സമയത്ത് ഇതുപോലെ സമുദ്രത്തിലെ വെള്ളം ഇരച്ച് കലങ്ങി അവരെ ഒരു ബോട്ട് ഇങ്ങനെ ടോസ് ചെയ്യുകയാണ്. ഈ
ഇപ്പോൾ മുങ്ങിച്ചാവും എന്ന രീതിയിൽ ഭയങ്കരമായി തിരമാലയിലും കാറ്റിലും ഒക്കെ പെട്ട് അലഞ്ഞ് ഉലഞ്ഞ് ഒക്കെ പോയി. അങ്ങനെ പോയ സമയത്തും എന്ത് ചെയ്തില്ല? യേശു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ മുങ്ങിച്ചത്തില്ല. അതൊക്കെ ചരിത്രത്തിൽ പിന്നീട് ബൈബിളിൻ്റെ താളുകളിൽ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമ്മളാണെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഹൃദയം കലക്കുന്നതിലും കലങ്ങുന്നതിലും വിദഗ്ധരാണ്. ചെറിയൊരു പ്രശ്നത്തിൽ തന്നെ നമ്മുടെ ഹൃദയം കലങ്ങി മറിഞ്ഞ് ഈ സമുദ്രത്തിലോ നദിയിലോ ഒക്കെ എല്ലാം കൂടെ കലങ്ങിയ അടിയിലുള്ള ചേറും ചെളിയും എല്ലാം കൂടെ ഇതിൽ മിക്സായി കലങ്ങി നുരഞ്ഞ് പതഞ്ഞ് ഒരു വല്ലാത്ത ഒരു, ശരിക്കും ഒരു നല്ലൊരു കടലാണെങ്കിൽ തെളിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒരു 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 ടെർക്കോയ്സ് കളറിൽ അതിങ്ങനെ കിടക്കും. എന്ത് ഭംഗിയാണ് കാണാൻ, എന്ത് ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ആൻഡമാൻസ് ആ ഭാഗങ്ങളിൽ ഹാവ്ലോക്ക് ബീച്ച്, അതുപോലെ ബഹാമസിൻ്റെ തീരങ്ങൾ, ഒത്തിരി സ്ഥലങ്ങളിലെ ബീച്ചുകൾ, കടലൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. എന്നാൽ അതിന് പകരം അതിശക്തമായ സുനാമി തിരമാലകൾ വരുന്നൊരു കടലിനെ ആരിഷ്ടപ്പെടും? വളരെ ശാന്തമായ ഒരു ബീച്ചാണെന്നെങ്കിൽ എത്രയോ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോടൊപ്പം ഒക്കെ ചെന്ന് വെള്ളത്തിൽ കളിക്കുകയും ബീച്ചിൽ കിടക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഇതുപോലെ തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടലാണെങ്കിൽ എല്ലാം അങ്ങോട്ട് പോകാൻ പോലും അവിടെ നിന്ന് ഓടുകയാണ്. എങ്ങനെയെങ്കിലും വാഹനങ്ങൾ കയറി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ കർത്താവ് പറയുന്ന കാര്യം, ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതിനുശേഷം കർത്താവ് പറയുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിരവധി വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി പോകുന്നു. സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങളെയും വന്ന് എൻ്റെ അടുക്കൽ ഞാൻ ചേർത്തുകൊള്ളും. സോ ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്. അതിനുശേഷം നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഇത് കർത്താവ് പറഞ്ഞെങ്കിലും അതിനുശേഷം ചില മണിക്കൂറുകൾക്ക് ശേഷം ഗെത്സമൻ തോട്ടത്തിൽ യേശു കർത്താവ് ഹൃദയം കലങ്ങിയതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ മനം കലങ്ങിയും ഇരിക്കുന്നു എന്ന് യേശു തന്നെ പറയും. എൻ്റെ പ്രാണനും ഹൃദയവുമെല്ലാം അതിദുഃഖത്തിലായിപ്പോയി. അപ്പം നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് എന്ന് പറഞ്ഞ യേശുവിൻ്റെ ഹൃദയം കലങ്ങി, മനം കലങ്ങി. എന്തുകൊണ്ട്? നമ്മുടെ എല്ലാം അവൻ്റെ ഉള്ളിലായി. നമ്മുടെ വേദനകളെല്ലാം, ഹൃദയം കലങ്ങുന്ന അവസ്ഥകളെല്ലാം അവൻ്റെ ഉള്ളിലായി. സാക്ഷാൽ നമ്മുടെ വേദനകളെ അവനെടുത്തു, അവൻ്റെ ഉള്ളിലായി. അതുകൊണ്ട് നമ്മിൽ നിന്നും അതങ്ങ് ട്രാൻസ്ഫർ ആയിപ്പോയി. ഈ ട്രാൻസ്ഫർ ആയി പോയതിനെ പിന്നെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന അമ്മച്ചി, അപ്പച്ച, ചെറുപ്പക്കാരെ, യുവതിവാക്കന്മാരെ, ഒരു വിദേശ രാജ്യത്ത് ഒരുപക്ഷെ നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കാം. നാട്ടിലെ പ്രശ്നങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ, കാട്ടിലെ പ്രശ്നങ്ങൾ, അവിടെ കൂട്ടുകാരുടെ പ്രശ്നങ്ങൾ പലതും കൊണ്ട് ഞെരിപിരി കൊള്ളുന്ന ഒരവസ്ഥയിലാകാം. അല്ലെങ്കിൽ വിസ തീർന്നു പോയി, അല്ലെങ്കിൽ പാസ്പോർട്ട് പിടിക്കപ്പെട്ടു, ഇഖാമയില്ല, നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല, അവിടെയില്ല ഇവിടെയില്ല, വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കാം നിങ്ങൾ. യേശു പറയും, നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട. ഐ ആം an ever present helper in your trouble. നിങ്ങളുടെ ഈ മാനസികാവസ്ഥയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ഈ പ്രക്ഷുബ്ധ അന്തരീക്ഷത്തിൽ ഞാൻ നിൻ്റെ അടുത്തുണ്ട്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അന്തരീക്ഷം വല്ലാതെ മൂടിക്കെട്ടി അല്ലെങ്കിൽ ഇരുളാണ്. ആ സമയത്ത് തൊട്ടടുത്ത ഒരാൾ നിന്നാൽ പോലും അറിയില്ല എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയാത്ത രീതിയിൽ പലപ്പോഴും നമ്മളങ്ങ് ബ്ലൈൻഡായി പോകുന്നു. ഹാഗാറിൻ്റെ കഥ അറിയാം. ഹാഗാറിനെ ഒരു തുരുത്തിരി വെള്ളവും ഒത്തിരി സാധനങ്ങൾ ഭക്ഷണവുമായിട്ട് അബ്രഹാമിന് നിവൃത്തികേട് കൊണ്ട് ഹാഗാറിനെയും തൻ്റെ കുഞ്ഞായ ഇഷ്മായിലിനെ ഇറക്കി വിടേണ്ടി വന്നു. കുറെ കഴിഞ്ഞപ്പോൾ അപ്പം തീർന്നു, വെള്ളം തീർന്നു. ബാലൻ ഇനിയിപ്പോൾ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുന്ന അവസ്ഥയിലായപ്പോൾ ഹാഗാർ കിടന്ന് കരയുക.
മോനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് മാറിയിരുന്ന് കരയുവാണ്. കരയുന്ന സമയത്ത് ദൈവം പ്രത്യക്ഷനാകുന്നു. എന്നെ കണ്ടവൻ ഇവിടെ എന്നെ കണ്ടുപോകും എന്നൊക്കെ പറയുന്നു. അവിടെ ഹാഗാറിൻ്റെ കണ്ണ് കർത്താവ് തുറന്നപ്പോൾ തൊട്ടു മുമ്പിൽ ഒരു ഉറവുണ്ടായിരുന്നു. അവൾ കണ്ടില്ല. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളും മനസ്സും തകർന്ന് ഇരിക്കുമ്പോൾ മുമ്പിൽ ഒരു അനുഗ്രഹം വന്നാൽ പോലും, ഒരു ദൂതൻ വന്നാൽ പോലും പലപ്പോഴും മനസ്സിലാവില്ല. അതുകൊണ്ട് ഒരു വല്ലാത്ത ഒറ്റപ്പെട്ട അവസ്ഥ. ഭർത്താവിൽ നിന്നൊരു ഹെൽപ്പില്ല, മക്കൾ നോക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്നും ഈ കഷ്ടാവസ്ഥയിൽ വീട്ടുകാരെങ്കിലും ഒന്ന് സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സഹായമില്ല, ഭാര്യയുടെ വീട്ടിൽ നിന്നും സഹായമില്ല. ഒരുപക്ഷെ ഒരു ലവ് മാരേജിലൂടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ച് അങ്ങ് ജീവിച്ചു. അവിടെ നിന്നും സപ്പോർട്ടില്ല, ഇവിടെ നിന്നും സപ്പോർട്ടില്ല, സംസർഗം അവിടെ നിന്നുമില്ല, ഇവിടെ നിന്നുമില്ല. കൂട്ടുകാരും ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവരും കൈവിട്ട സ്ഥിതിയിൽ ആയ അനുഭവത്തിൽ ഞാൻ ഈ പറഞ്ഞത് എല്ലാം ബാധകമല്ലെങ്കിൽ ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞത് കാര്യമാണെങ്കിൽ, ഇല്ലെങ്കിൽ മറ്റൊരവസ്ഥയാകാം. നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥ, ആർക്കും സഹായിക്കാൻ കഴിയാത്ത രീതിയിൽ മനസ്സ് കലങ്ങി തകർന്നിരിക്കുന്ന ഒരു അനുഭവത്തിലാണെങ്കിൽ നിങ്ങളോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:27 വചനത്തിൽ പറയുന്നത്, പീസ് ഐ ലീവ് വിത്ത് യു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. യേശു ഇവിടുന്ന് ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ്, ഈവൻ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് യേശു ഇവിടെ ഇട്ടിട്ട് പോയ കാര്യങ്ങളിൽ ഒന്ന് സമാധാനം. യേശുവിൻ്റെ സമാധാനം ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോയി. പക്ഷെ എല്ലാവർക്കും ഇത് അവൈലബിൾ അല്ല കേട്ടോ, എല്ലാവർക്കും കിട്ടില്ല. സമാധാന പ്രഭുവായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ സമാധാനം കിട്ടും. അപ്പോൾ ഇത് കേൾക്കുന്ന ചില സഹോദരിമാർ, ചില സഹോദരന്മാർ, ചില മാനസിക ബുദ്ധിമുട്ട്, ഹൃദയം തകർന്ന അവസ്ഥയിലായിട്ട് BP ഭയങ്കരമായി ഷൂട്ടപ്പ് ചെയ്ത് ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. BP ഭയങ്കരമായിട്ട് കൊടുക്കും, താഴുന്നില്ല, ഗുളിക കഴിച്ചിട്ടും താഴുന്നില്ല. അങ്ങനെ ചില രോഗാവസ്ഥയിലേക്ക് ശരീരം നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സ്ട്രെസ്സും ടെൻഷനും അടിച്ച് ചിലരോട് ഇതാ ഞാൻ ഏറ്റവും വലിയ ചികിത്സാ മുറയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അത് സൈക്യാട്രിക് മെഡിസിൻ അല്ല, ഷോക്ക് ട്രീറ്റ്മെൻ്റ് അല്ല, മെഡിക്കലായിട്ടുള്ള ഒന്നുമല്ല. ഈ പറഞ്ഞ യേശുവിൻ്റെ വാഗ്ദാനം അങ്ങോട്ട് ഞാൻ തരികയാണ്. പീസ് ഐ ലീവ് വിത്ത് യു. യേശു പറയും, എൻ്റെ സമാധാനം, മൈ പീസ് ഐ ഗിവ് യു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. എന്ന് വെച്ചാൽ യേശുവിൻ്റെ ഉള്ളിൽ എത്ര സമാധാനം ഉണ്ട്, ആ സമാധാനം നിങ്ങൾക്ക് തരും. ഐ ഡു നോട്ട് ഗിവ് ടു യു ആസ് ദ വേൾഡ് ഗിവ്സ്. ഈ ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനം. ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം ഒരു കാരണവശാലും കലങ്ങിപ്പോകരുത്. ആൻഡ് ഡു നോട്ട് ബി അഫ്രൈഡ്. നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യരുത്. അതിൻ്റെ അർത്ഥം ഭയപ്പെടുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ പോകും. മനസ്സ് കലങ്ങാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിലൂടെ നിങ്ങൾ പോകും. പക്ഷെ ഇപ്പോഴേ അഡ്വാൻസായി പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടാണ് പോകുന്നത്. ഹൃദയം കലങ്ങണ്ട, അസമാധാനത്തിലേക്ക് പോകണ്ട. നിങ്ങൾ ആദ്യത്തെ വചനത്തിൽ പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിക്കുക, എൻ്റെ പിതാവിൽ വിശ്വസിക്കുക, ബാക്കി കാര്യം ഞാൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് വേണ്ടി അക്കോമഡേഷനൊക്കെ പ്രിപ്പയർ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയി നിങ്ങളുടെ അക്കോമഡേഷൻ റെഡി ആയാൽ തിരിച്ചു വന്ന് നിങ്ങളെ കൊണ്ടുപോയേക്കാം. വളരെ ക്ലിയർ. അപ്പോൾ യേശു എത്രയോ മുന്നോട്ട് കാണുന്നു. ഈ ഭൂമിയിലുള്ള ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല യേശു ചിന്തിക്കുന്നത്, ഈ ഭൂമിക്കപ്പുറത്തേക്കുള്ള സകല കാര്യങ്ങളും കർത്താവ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അറേഞ്ച് ചെയ്ത ശേഷം അവൻ വന്ന് നമ്മെ കൊണ്ടുപോകും. ഈ ഭൂമിയിൽ യേശു ഉണ്ടായിരുന്ന സമയത്ത് യേശുവിന് പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എളുപ്പമായിരുന്നില്ല. പാപികളാൽ വളരെയധികം കഷ്ടം സഹിച്ചാണ് അവൻ ജീവിച്ചത്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പോലും പറ്റുന്നതിനപ്പുറത്ത് സ്വർഗത്തിൽ സിംഹാസനത്തിൽ രാജാധിരാജാവും കർത്താവുമായി
അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ എണ്ണിക്കൂടാനാവാത്ത അത്രയും സാറാഫുകളും കെരൂബുകളും മറ്റ് ദൂതന്മാരും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ യേശുവിനെ ആർക്ക് അടുത്ത് ചെല്ലുവാൻ പോലും കഴിയാത്ത അത്രയും പ്രകാശം, വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്ന ആ ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന് ഇവിടെയുള്ള സകല മനുഷ്യരും അവനെ ഉപദ്രവിക്കുന്നു, അവൻ്റെ മുഖത്ത് തുപ്പുന്നു, ഇല്ലാത്ത പേരുകൾ വിളിക്കുന്നു, പരിഹസിക്കുന്നു, അവനെതിരെ പ്ലോട്ട് ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും, യേശു ഇതുപോലുള്ള സന്ദർഭങ്ങളിലൂടെ പോയി. ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, യേശു പോയ അത്രയൊന്നും നമ്മൾ ഇതുവരെ പോയിട്ടില്ല. മാത്രമല്ല, യേശു മുമ്പിൽ പോയി അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന കഷ്ടാനുഭവങ്ങളും തിക്താനുഭവങ്ങളും കണ്ണുനീരിൻ്റെ അനുഭവവും മരണനിഴലിൻ്റെ താഴ്വരയും സകലവിധ പീഡനങ്ങളും ഉപദ്രവവും ശാരീരികമായും മാനസികമായും വൈകാരികമായും എല്ലാം സഹിച്ച് ജയിച്ച് പുറത്തു വന്നവനാണ് യേശു. ആ യേശുവാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങല്ലേ. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമാണ്, പക്ഷെ കണ്ണിൽ നോക്കി വ്യക്തമായും ശക്തമായും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നം, ഈ കഷ്ടത, ഈ ഭീകരത താൽക്കാലികമാണ്. അത് മാറിപ്പോകും. അത് മാറിപ്പോകും. ഇറ്റ്സ് ഓൺലി ഫോർ എ സീസൺ. അത് മാറിപ്പോകും. യേശു ഇന്നും ക്രൂശിൽ കിടക്കുവാണ്. 6 മണിക്കൂർ യേശു ക്രൂശിൽ കിടന്നുള്ളൂ. 6 hours. അതിനു മുമ്പുള്ള പ്രീ കാൽവറി ഫേസ്, അതും ചില മണിക്കൂറുകൾ. പക്ഷെ ജീവിതകാലം മുഴുവൻ വിവിധ രീതിയിലുള്ള സങ്കടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും യേശു പോയി. അതുകൊണ്ട് സിസ്റ്റർ, ബ്രദർ, നിങ്ങൾ കണ്ണടച്ചിട്ട് യേശുവിനോട്, യേശുവേ ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം എന്ന് പറയാൻ മനസ്സിലാവും. ഇതിലും വലിയ അനുഭവത്തിലൂടെ പോയതല്ലേ, അതുകൊണ്ട് മനസ്സിലാവും. ഞാൻ പറയാം, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതത്തിൽ ആയിരങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. നേരിട്ട് കണ്ട് വ്യക്തിപരമായി ആ പ്രശ്നങ്ങൾ കണ്ട് കേട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാനൊരു കാരണമുണ്ട്. ഇവർ പറയുന്ന പല പ്രശ്നങ്ങളും എനിക്ക് മനസ്സിലാവും. കാരണം അതുപോലെ തന്നെ ഉള്ളതോ സെയിമോ അല്ലെങ്കിൽ അതിനോട് സിമിലറോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ കഴിയും. ഇതുപോലെ യേശുവിൻ്റെ അടുക്കൽ മനുഷ്യൻ്റെ ഏത് പ്രശ്നമായി ചെന്നാലും യേശുവിന് മനസ്സിലാവും. കാരണം അതിനപ്പുറത്ത് അവൻ കഷ്ടം സഹിച്ച് കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കാനും ബലഹീനതകളിൽ കരുണ കാണിക്കാനും യേശുവിന് സാധിക്കും. ചിലരെ നോക്കി ഞാൻ ഇന്ന് പ്രവചിക്കുകയാണ്, നിങ്ങളുടെ സമാധാനം നദികൾ പോലെ ഒഴുകും. ചിലർക്ക് എന്നോട് വന്ന് ചങ്ക് തരും, ബ്രദറെ സമാധാനം എന്താണെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ ചിന്ത, സമാധാനം അനുഭവിക്കണമെങ്കിൽ എൻ്റെ ഇന്നത്തെ അവസ്ഥ ഒന്ന് മാറണം, എന്നാലേ സമാധാനം കിട്ടുക. അവസ്ഥ മാറണ്ട. യേശു പറയുന്നത്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുക, ഞാനതിനെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14:27 നമ്മളിപ്പോൾ വായിച്ചു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഒരു ഡ്യൂപ്ലിക്കേറ്റ് പീസ് അല്ല, ടെമ്പററി പീസ് അല്ല, എ പീസ് ദാറ്റ് പാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ സകല ബുദ്ധിക്കും അതീതമായ, എന്ന് വെച്ചാൽ അൺറീസണബിൾ. എങ്ങനെ എനിക്ക് സമാധാനം കഴിയും, എങ്ങനെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നു, എനിക്ക് തന്നെ അറിയാൻ കഴിയുന്നില്ല. ഞാൻ പറയാൻ വന്നത്, നിങ്ങളുടെ അവസ്ഥകൾ മാറിയില്ലെങ്കിൽ, പ്രശ്നങ്ങൾ ഉടനെ തീർന്നില്ലെങ്കിൽ, അതിന് കുറച്ച് സമയമെടുത്താൽ അത് തീരും. ടെമ്പററി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അതിനു മുമ്പ് തന്നെ ഹൃദയത്തെ സമാധാനത്താൽ നിറയ്ക്കാൻ കർത്താവിന് സാധിക്കും. ബ്ലെസ്സിംഗ് ടുഡേയിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ളൊരു സാക്ഷ്യം. പ്രാർത്ഥനയ്ക്ക് വന്ന ആദ്യത്തെ ദിവസം തന്നെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത്, അവാച്യമായ, വർണ്ണനയ്ക്ക് അതീതമായ, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തൊരു സമാധാന ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു. പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്, പ്രശ്നങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ട്, പക്ഷെ സമാധാനം കൊണ്ടങ്ങ് നിറഞ്ഞു. സമാധാനം കൊണ്ട് നിറഞ്ഞു.
മിറക്കിൾ. ചിലക്ക് പ്രശ്നങ്ങൾ മാറിയാൽ പോലും സമാധാനം ഉണ്ടാവില്ല. എന്നാൽ യേശു തരുന്ന സമാധാനം സാഹചര്യങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറത്താണ്. ഇറ്റ്സ് അവൈലബിൾ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക സമാധാനം ദൈവത്തിൽ നിന്നും പോരുന്നുണ്ട്, നിങ്ങളിലേക്ക് പോരുന്നുണ്ട്. അത് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്താൽ മതി. പ്രശ്നങ്ങളൊക്കെ അവിടെ കിടന്നോട്ടെ, അതൊക്കെ കർത്താവ് സമയത്ത് തീർത്തോളും. കിടന്നുറങ്ങ്, സമാധാനത്തോടെ ഇരിക്കുക, ചിരിക്കുക, കുളിച്ച് ഇത്തിരി തണുത്ത വെള്ളത്തിലോ ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കർത്താവിനിരുന്നങ്ങ് ആരാധിക്കുക. മറ്റുള്ളവരുടെ യേശുവിനെ കുറിച്ചൊക്കെ പറയേ, വേറൊരു ലൈഫിലോട്ട് കയറും. അപ്പം ഈ സാധനങ്ങളൊക്കെ തന്നെ പൊക്കോളും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാനൊന്ന് ക്രോഡീകരിച്ച് പറയുവാണെങ്കിൽ, ഈ ഭൂമിയിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും, അതാണ് പറഞ്ഞത്, പർവ്വതം കുലുങ്ങി സമുദ്രമധ്യത്തിൽ വീണിട്ട് അതിലെ വെള്ളം ഇരച്ച് കലങ്ങി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാലും ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവമേ, നീ എൻ്റെ സങ്കേതവും ബലവുമാകുന്നു. അതിലാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. അതായത് ഏജ് ഇത്തിരി ഓവറായി, ഇനി ഒരു ജോലി കിട്ടുമോ എന്നൊരു സംശയം, ഇനി എങ്ങനെ ജീവിക്കും? അത്ഭുതങ്ങളുടെ ദൈവമാണ് കേട്ടോ നമ്മുടെ ദൈവം. ഞാനാ പറയുന്നത്, അത്ഭുതങ്ങളുടെ ദൈവം. ദൈവത്തിന് ഏജ് ബാറില്ല, ദൈവത്തിന് സെക്സ് ഡിഫറൻസ് ഇല്ല, ദൈവത്തിന് ആരെ വേണമെങ്കിലും അനുഗ്രഹിക്കാൻ കഴിയും. ഈ സമാധാനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് കിടന്നങ്ങ് ഉറങ്ങുക. തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു, ഉറക്കവും കൊടുക്കുന്നു. ഞാൻ ഈ കേൾക്കുന്ന പ്രത്യാശയുടെ ഈ വചനങ്ങളും ഈ സന്ദേശവും എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കണ്ടേ? അതിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒന്ന്, ഈ മോർണിംഗ് ഗ്ലോറിയുടെ ലിങ്കുകൾ എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫോർവേഡ് ചെയ്യണം. നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിലൊക്കെ അതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. 2, നിങ്ങൾക്ക് ഈ ശുശ്രൂഷകൾ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കേണ്ടതിന് നമ്മുടെ മീഡിയ മിനിസ്ട്രി സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ പലവിധ പ്രോജക്റ്റുകൾ സ്പോൺസർ ചെയ്യാം. ഇതിൻ്റെ ഒരു പാർട്ണറായി, സ്പോൺസറായി, പ്രൊമോട്ടറായി, ബ്ലെസ്സിംഗ് പാർട്ട്ണർഷിപ്പിൽ BPPയിൽ ചേർന്ന ഒരു പങ്കാളിയായി ഒക്കെ നിങ്ങൾക്ക് മാറാം. സ്ക്രീൻ നമ്പറിൽ വിളിക്കുക. നാളേക്ക് വെക്കരുത്, ഇന്ന് തന്നെ വിളിക്കുക. അതിലൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സേവിക്കാൻ ഒരു വലിയൊരു ഭാഗ്യം കർത്താവ് നമുക്ക് തരും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അലർജി മൂലം പ്രയാസപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള അഡിക്ഷനുകളെ ബ്രേക്ക് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. അത് മാറിപ്പോട്ടെ, കെട്ടുകൾ അഴിഞ്ഞുപോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഫാദർ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ അങ്ങ് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. വലിയ മിറക്കിൾസ് ചില വീടുകളിൽ ഇപ്പോൾ നടക്കട്ടെ. ദാരിദ്ര്യത്തിൻ്റെ കോല് ഇപ്പോൾ ഞങ്ങൾ ഒടിച്ചു കളയും. സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. ഭയങ്കരമായ അലർജി, ഈവൻ പച്ചവെള്ളം പോലും അലർജിയായി മാറുന്ന അനുഭവങ്ങൾ, ഫുഡിൻ്റെ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. താങ്ക് യു ജീസസ്. കൈകൾ രണ്ടും കൂടെ നീട്ടിപ്പിടിക്കാം. ഈ സഹോദരങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിൽ, പ്രയാസം എന്താണെങ്കിൽ, അത് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കണേ. സമാധാനത്താൽ നിറയപ്പെടട്ടെ. ഇൻ ജീസസ് നെയിം. ആമേൻ. ഓക്കെ, നാളെ നമുക്ക് വീണ്ടും കാണാം. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീൻ നമ്പറിൽ വിളിക്കുക. ഗോഡ് ബ്ലസ് യു. ബൈ ബൈ.